പരമാവധി തെളിവുകൾ ശേഖരിക്കാതെ സുപ്രധാന കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിടരുതെന്ന സംസ്ഥാന പോലീസ് മേധാവി. ലോക്കൽ പോലീസ് തെളിവുകൾ വേഗത്തിൽ ശേഖരിക്കണം. വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുന്നറിയിപ്പ് നൽകി. കൊല്ലത്ത് നിന്നും അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, ഇത്തരമൊരു ഓർഡർ ഇടുന്നതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ഈ അക്രമം കൂടിയെന്നുള്ള സാഹചര്യമാണോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. പാതിവില തട്ടിപ്പ്, ചോദ്യപേപ്പർ ചോർച്ച എന്നീ കേസുകളിലെ പ്രാഥമിക അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് DGPയുടെ പുതിയ മാർഗനിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം സുപ്രധാന കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്ന തോന്നൽ ഉണ്ടായാൽ തന്നെ ആ കേസിൽ പരമാവധി തെളിവുകൾ ലോക്കൽ പോലീസ് ശേഖരിക്കണം. ലോക്കൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും 15 ദിവസമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ പരമാവധി വേഗത്തിൽ കണ്ടെത്തുകയും വേണം എന്നുള്ളതാണ് DGPയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലാത്ത പക്ഷം ഈ ഉദ്യോഗസ്ഥരുടെ കർശനമായ നടപടിയായിരിക്കും ഉണ്ടാവുക എന്ന ഒരു നിർദ്ദേശം കൂടി DGPയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുമ്പോൾ ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ചില മുൻകരുതലുകൾ വേണം. ഇത്തരം സുപ്രധാന കേസുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരം കേസുകളിൽ ലോക്കൽ പോലീസിനെ ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അസിസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കേസുകളിലെ ചില സ്വഭാവങ്ങൾ കൂടി കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊലയിൽ അത് സുപ്രധാന തെളിവുകൾ ശേഖരിക്കുന്നതിൽ ലോക്കൽ പോലീസിന് പരമാവധി സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്തരം തെളിവുകൾ ശേഖരിച്ച ഈ കാര്യങ്ങളടക്കം പരിശോധന വേണം എന്ന കാര്യം കൂടി ഈ DGPയുടെ ഉത്തരവിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് കേസുകൾ കൈമാറുന്നതിൽ DGP ഒരു പുതിയ മാർഗനിർദ്ദേശമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കേസുകളിൽ വലിയ ഗൗരവ സ്വഭാവത്തോടെ ലോക്കൽ പോലീസ് കാണുകയും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയും വേണം എന്നുള്ളതാണ് DGPയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ രാജ്.